മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഇന്ന് പല ദാമ്പത്യങ്ങളും ആത്മാർത്ഥതയില്ലാത്തതായി തീർന്നിരിക്കുന്നു. അതിൻ്റെ ഫലമായി പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ബന്ധങ്ങൾ ദൃഢമാകണമെങ്കിൽ അവിടെ സ്നേഹവും പരിഗണനയും ആവശ്യമാണ്. ഇനി പറയുന്ന ആത്മാർത്ഥതയില്ലാത്ത പങ്കാളിയുടെ ലക്ഷണങ്ങളിൽ 2 3 എണ്ണം ശരിയായി എന്ന് കരുതി നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് ആത്മാർത്ഥതയില്ല എന്ന് കരുതാതിരിക്കുക. ഇതൊരു സൈക്കോളജിയാണ്. പങ്കാളിയോട് ആത്മാർത്ഥത ഇല്ലാത്ത വ്യക്തികൾ തൻ്റെ പങ്കാളി എത്രമാത്രം കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ടാലും എന്ത് നല്ല കാര്യം ചെയ്താലും ഒരു നല്ല വാക്കുപോലും ഇത്തരക്കാർ അവരോട് പറയില്ല. തൻ്റെ പങ്കാളി തൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു കൊടുത്താലും എത്ര നന്നായി ചെയ്തു കൊടുത്താലും എന്തെങ്കിലും ഒരു കുറ്റം എപ്പോഴും ഇത്തരക്കാർ കണ്ടുപിടിക്കും. പങ്കാളിയോട് ആത്മാർത്ഥതയില്ലാത്ത ഇത്തരം വ്യക്തികൾ ഒരു ഏകാധിപത്യ ഭരണം പോലെയായിരിക്കും ഇവരെ കുടുംബം ഭരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുകയും നടത്തുകയും ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരു വിലയും ഇവർ കൽപ്പിക്കില്ല എന്ന് മാത്രമല്ല, അവരെന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അത് പുച്ഛത്തോടെ തള്ളിക്കളയുകയും ചെയ്യും. ഇത്തരം വ്യക്തികൾ സ്നേഹിക്കുമെങ്കിലും ആ സ്നേഹത്തിൽ ആത്മാർത്ഥതയോ വിശ്വാസമോ ഉണ്ടാകാറില്ല. അത് അനുഭവിച്ചവർക്കത് നന്നായിട്ട് മനസ്സിലാകും. കാരണം അവർ മനസ്സിൻ്റെ സുഖത്തിനേക്കാളും ശരീരത്തിൻ്റെ സുഖത്തിനായിരിക്കും പ്രാധാന്യം നൽകുന്നത്. ഏതൊരു കാര്യത്തിനായാലും ആ വ്യക്തി ഒരിക്കലും തൻ്റെ പങ്കാളിയോട് അഭിപ്രായം ചോദിക്കുകയോ അവരുടെ ഇഷ്ടം നോക്കുകയോ ചെയ്യാറില്ല. മാത്രമല്ല, തൻ്റെ ഇണയോട് ഒട്ടും തന്നെ ആത്മാർത്ഥത ഇവർ പുലർത്താറില്ല. തൻ്റെ പങ്കാളിക്ക് എന്തെങ്കിലും വിഷമതകളോ അസുഖങ്ങളോ ഒക്കെ വന്നാലൊന്നും ഇവർ അവരെ പരിചരിക്കുകയോ ചികിത്സയ്ക്ക് കൊണ്ടുപോകുകയോ ചെയ്യില്ല. അതിനൊന്നും ഇവർ ഒരു താല്പര്യവും കാണിക്കില്ല. ഇത്തരം വ്യക്തികൾക്ക് തൻ്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്നേ ഉള്ളൂ. മാത്രമല്ല, ഇത്തരം വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ് മറ്റെന്തിനേക്കാളും പണത്തിനായിരിക്കും ഇവർ പ്രാധാന്യം നൽകുന്നത്. തൻ്റെ ഇണ അല്ലെങ്കിൽ പങ്കാളി എന്താവശ്യം പറഞ്ഞാലും അതിനവർ ഒരു പ്രാധാന്യവും നൽകില്ല. ഇത്തരം ആത്മാർത്ഥതയില്ലാത്ത പങ്കാളികൾ എപ്പോഴും തൻ്റെ കടമകളിൽ നിന്ന് പിന്തിരിയുന്നവരായിരിക്കും. അത്തരം കാര്യങ്ങളൊന്നും ഇവർ ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കില്ല. ഇത്തരം വ്യക്തികൾ ഉത്തരവാദിത്വങ്ങൾ പരമാവധി തൻ്റെ ഇണയുടെ മേൽ ചാർത്തിവെക്കും. അത് നിനക്ക് ചെയ്തൂടെ, അതിന് നീ പോയാൽ മതി എന്നൊക്കെയുള്ള ന്യായങ്ങളായിരിക്കും ഇവർ നിരത്തുന്നത്. ഇത്തരം ആത്മാർത്ഥതയില്ലാത്ത ആളുകൾക്ക് മറ്റു ബന്ധങ്ങളും ഉണ്ടായിരിക്കാം. മാത്രമല്ല, ഇത്തരം വ്യക്തികൾക്ക് സ്വന്തം സുഖം, സ്വന്തം സന്തോഷം എന്ന വിചാരം മാത്രമേ ഉണ്ടാകൂ. ഇത്തരം വ്യക്തികൾക്ക് കുടുംബാംഗങ്ങളുമായും ബന്ധുക്കളുമായും മാനസികമായ അടുപ്പം കുറവായിരിക്കും. ആത്മാർത്ഥതയില്ലാത്ത ഇത്തരം പങ്കാളികൾക്ക് സ്വന്തം കാര്യത്തിന് മാത്രം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ദാമ്പത്യബന്ധം എപ്പോഴും സ്നേഹത്തോടെയും ദൃഢതയോടെയും എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോവുക. ഓം നമഃ ശിവായ.